ഹായ് ഗായ്സ്, നമ്മളിന്നൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഫ്രെയിമിൽ തേക്കേണ്ട കുറച്ച് ലിക്വിഡാണ് ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അതിലേക്ക് ഇടേണ്ട ചാക്ക്, ഇത് അതിൻ്റെ എണ്ണയും വെള്ളവും സോപ്പും കൂടെ മിക്സ് ചെയ്യുന്ന ഓയിലാണ്. നമുക്ക് തുടങ്ങാം. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്, അതായത് ഇതിൻ്റെ അച്ച് ഇതാണ്. ഈ അച്ച് ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, നമുക്ക് ഒരു ഫ്ലവർ, ഇത് ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ലിക്വിഡാണ് ഇതിലോട്ട് തേക്കുന്നത്. ഓയിൽ മൊത്തം തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ഓയിൽ ഫ്രെയിമിൻ്റെ ഓരോ മൂലയിലും ഈ ഓയിൽ എത്തണം. അതായത് നമുക്ക് ഇളകി എങ്കിൽ മാത്രമേ ഇത് ഇളകി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ തന്നെ ചില സൈഡുകളൊക്കെ ലീഫൊക്കെ ചില ഇതിൻ്റെ ഈ ചെറിയ ലീഫൊക്കെ ചിലപ്പം അതിൽ തന്നെ ഒട്ടിയിരിക്കും. ഒട്ടിക്കൽ ഇളകി വരത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ മൂലയിലും തേച്ച് പിടിപ്പിക്കുക. നമുക്ക് കലക്കാം. നമുക്ക് ആവശ്യമുള്ള വെള്ളവും എടുത്തിട്ട് ആ ഫ്ലവറിന് എത്രമാത്രം സാധനം ആവശ്യമാണോ അത്ര സാധനം എടുക്കാവും. ഇല്ലെങ്കിൽ പിന്നീട് വേറൊന്നിനും എടുക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല, കട്ടിയായിപ്പോവും. അതുകൊണ്ട് മാക്സിമം അതിൻ്റെ തരി എല്ലാം കളഞ്ഞ് മാക്സിമം മിക്സ് ചെയ്തെടുക്കുക. തരി കളയണം, ഇല്ലെങ്കിൽ ഇത് ഫ്രെയിം ചെയ്ത് വരുമ്പോൾ അതിൽ പൊള്ളൽ കാണും. നമുക്കിത് ഫ്രെയിമിലേക്ക് അത് ഒഴിക്കാം. മൊത്തത്തിൽ ഒഴിച്ചിടുക. മൊത്തത്തിൽ ഒഴിച്ച ശേഷം നമുക്കൊരു ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെറുതായിട്ട് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ മൊത്തം ഫില്ലായ ശേഷം ഫുള്ളാണ് ഒഴിക്കേണ്ട. ഫ്രെയിമിൻ്റെ ഒരു പകുതി ഭാഗം ഒഴിച്ച ശേഷം നമുക്ക് അതിലേക്ക് ചാക്കിടാം. കട്ട് ചെയ്ത് വെച്ച് ചാക്ക്, അതായത് കോൺക്രീറ്റിനൊക്കെ നമ്മൾ കമ്പി ഇടും പോലെയാണ് ഇതിൽ ചാക്ക് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ചാക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് വീണ്ടും പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതിൻ്റെ പുറമിൽ തേച്ച് പിടിപ്പിക്കുക. മൊത്തം തേച്ച് പിടിപ്പിച്ച് ആ ചാക്ക് മൊത്തം അടച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുന്നു. അതിന് ഉണങ്ങുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ വീട്ടിൽ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്. എല്ലാവരും ശ്രമിക്കുക. നിങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, ഇത് നമുക്കിത് 4 സൈഡൊന്ന് വൈഡാക്കി അതിന് ഫ്രെയിമിൽ നിന്ന് ഇളക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച ശേഷമേ നമുക്കിത് ഫ്രെയിമിൽ നിന്ന് ഊരി എടുക്കാൻ പറ്റത്തുള്ളൂ. 4 സൈഡും അതിനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഇളക്കി വയ്ക്കുക. ഇളക്കി വെച്ച ശേഷം മാത്രമേ, അല്ലാതെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ പറ്റത്തില്ല, പൊട്ടിപ്പോവും. അതിന് 4 സൈഡും കറക്കി അതിൽ നിന്ന് വേർതിരിച്ച് വയ്ക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സംഭവം. ഇത് ചെയ്തെടുക്കുന്ന ഒരു പാടുള്ളൂ. ഓക്കെ, നമുക്കത് കാണാം. അത് അവസാനം ഫിനിഷിംഗ് വർക്ക് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഫ്രെയിമിൽ നിന്ന് ഇളക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ സ്വരൂപം കാണാം. ഉണ്ടോ? ഇതാണ് സംഭവം. അങ്ങനെയുണ്ട്. നിങ്ങളെല്ലാവരെയും വീട്ടിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക. കളറൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഒത്തിരി വീട്ടിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. ഒത്തിരി വർക്കുകളും ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് ചെയ്യുന്നത് സുരേഷ് ചേട്ടനാണ്. ചേട്ടൻ നല്ല വർക്കുകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. മാക്സിമം എല്ലാവരുടെ വീടുകളിലും ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങളുടെ വർക്കുകളുടെ വീഡിയോസ് ചാനലിൽ വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ വിളിക്കുക. ഓക്കെ, ബൈ.